നമസ്കാരം, എൻ്റെ പേര് അഭിനന്ദ്. ഞാൻ ബിൽഡിംഗ് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്. കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൻ്റെ പേര് ആസ്റ്റ ഇൻസൈറ്റ് ആണ്. ആസ്റ്റ ഇൻസൈറ്റ്. ഈ ആസ്റ്റ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപൂർണമായിട്ടും ഒരു നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ ഫീൽഡിനെ ബന്ധപ്പെടുത്തിയുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് നിർമ്മാണ മേഖലയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ്, നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, ഡിസൈനേഴ്സ് എന്നു മുതൽ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സർവീസ് പ്രൊവൈഡേഴ്സിനെയും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കണക്റ്റഡ് ആയിരിക്കും. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതൊരു ജില്ലയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ്, എക്സാമ്പിൾ പറഞ്ഞാൽ ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ, ബിൽഡർ ആയിക്കോട്ടെ, കോൺട്രാക്ടർ ആയിക്കോട്ടെ, പെയിൻറ്റിങ് കോൺട്രാക്ടർ ആയിക്കോട്ടെ, MEP ഡിസൈനേഴ്സ് ആയിക്കോട്ടെ എന്നു വേണ്ട ഈ പ്ലാറ്റ്ഫോമിൽ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഏരിയയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ്, അത് പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും ഇതിൽ സർവീസ് പ്രൊവൈഡേഴ്സായിട്ട് വരുന്നത്. ആക്ച്വലി ഈ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം, അതായത് കൺസ്ട്രക്ഷൻ മേഖലയെ സംബന്ധിച്ച് ഒരു ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ഇന്ന് നിലവിലില്ല. അതിനെ നമ്മൾ ക്രോഡീകരിച്ച് ഒരു ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോമാക്കി മാറ്റുകയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആസ്റ്റ ഇൻസൈറ്റ് എന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും ആൻഡ്രോയിഡ് ആൻഡ് iOS ആപ്ലിക്കേഷൻ ആയിരിക്കും ഇതിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് കയ്യിലെത്തുന്നത്. ഈ ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് ഈ സർവീസ് പ്രൊവൈഡേഴ്സിനെ, കസ്റ്റമേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അവരുടെ ഫുൾ ഹിസ്റ്ററി, അവരുടെ വീഡിയോസ്, അവരുടെ പോസ്റ്റ് ഓഫുകൾ, കണ്ടൻറ്റുകളെല്ലാം അതിലുണ്ടായിരിക്കും. ഈ ആസ്റ്റ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കേരളം മാത്രമല്ല കേട്ടോ, കേരള, തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റായിട്ടാണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഈ 3 സ്റ്റേറ്റിലും കൂടി സർവീസ് പ്രൊവൈഡേഴ്സ് മാത്രമായിട്ട് ഏകദേശം 5000-നും 10,000-ത്തിനും ഇടയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് മാത്രം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് വരും. ശരാശരി കേരളത്തിൽ മാത്രം ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലുള്ള കൺസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ, അതായത് ക്ലയൻസ് എന്ന് പറയാം. നമ്മൾ വീട് പണിയുന്നവരും, വീട് റിനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും, ബിൽഡിംഗ് പണിയുന്നവരും എന്ന് വേണ്ട കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുന്നവരും ആയ ആളുകളെ ചുരുങ്ങിയത് 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലുള്ള ആൾക്കാർ സ്റ്റാർട്ടിങ് ഈ ആപ്ലിക്കേഷനിലേക്ക് കടന്നു വരികയും, കൂടാതെ നമ്മൾ 6 മുതൽ 1 ഇയറിനുള്ളിൽ ഈ ആപ്ലിക്കേഷൻ്റെ യൂസേഴ്സ് ഇൻ ബിറ്റ്വീൻ ഈ 3 സ്റ്റേറ്റിലായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം. ഈ ആസ്റ്റ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ലോഗിൻ ചെയ്ത് ആ കസ്റ്റമർ റിക്വയർമെൻറ്റ് കൊടുത്താൽ, എക്സാമ്പിൾ അവർക്ക് ഒരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, അവരുടെ ബഡ്ജറ്റ് ഇത്ര, അവരുടെ ഏരിയ ഇത്ര എന്ന് മാത്രം അവർ ലിസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ് വർക്കിൽ നിന്നും ക്രോഡീകരിച്ച് അത് ഒരു ലിസ്റ്റ് ഓഫ് ബിഡായിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഈ സർവീസ് പ്രൊവൈഡർമാരെ മുന്നിലെത്തുകയും അതിൽ നിന്നും ഏരിയ തിരഞ്ഞെടുത്ത് ആ ഏരിയ മുഖാന്തരമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഡാറ്റ ലഭിക്കുകയും ഈ ആപ്ലിക്കേഷൻ്റെ അഡ്മിൻ പാനലിൻ്റെ ഡയറക്ഷനോട് കൂടി ബാക്കി പ്രൊസീജിയറുകൾ നടത്തി അത് ഫിനിഷ് ചെയ്യുകയും ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞത്. അങ്ങനെ നമ്പർ ഓഫ് കാര്യങ്ങൾ നമ്മളിതിൽ കോർഡിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ കൂടുതലുമായിട്ട് വരുന്ന ഈ അൺനെസസറി എക്സ്പെൻസുകൾ കുറയ്ക്കുക, കൂടാതെ ബഡ്ജറ്റബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളെ പ്രോത്സാഹിപ്പിക്കുക, ആളുകളിലേക്ക് അവബോധം സൃഷ്ടിക്കുക, ഏത് റിന്യൂവബിൾ എനർജി, റിന്യൂവബിൾ കൺസ്ട്രക്ഷൻ, അതിനെക്കുറിച്ച്. അതാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്ന മുൻതൂക്കപരമായ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ആസ്റ്റ ഇൻസൈറ്റിൽ ഇനി ജനറൽ ക്ലയൻസിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഞാൻ പറയാം. ഒന്ന്, ഒരു ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും ഈ പറഞ്ഞ ആസ്റ്റ ഇൻസൈറ്റ്. അതായത് 100% പ്രൊഫഷണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും. കസ്റ്റമേഴ്സിന് 100%
കസ്റ്റമർ കെയർ സർവീസ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് അവർക്ക് എന്ത് കാര്യത്തിനും ഈ കസ്റ്റമർ കെയറായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കസ്റ്റമേഴ്സിന് നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ BOQ അതായത് ബുക്ക് ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ സർവീസ് ആയിക്കോട്ടെ, ആ കൺസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുള്ള അവർക്കുള്ള BOQ എസ്റ്റിമേറ്റും നമ്മൾ ഈ പ്ലാറ്റ്ഫോം വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ ആസ്റ്റ ഇൻസൈറ്റിൽ ഇപ്പോൾ ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സും നമ്മൾ ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്യണം. അതിലിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പ്ലാനിങ് ആൻഡ് ഡിസൈനിലേക്ക് നോക്കിയാൽ ആർക്കിടെക്ട്സ് വരും, സിവിൽ ഡിസൈനേഴ്സ് ഉണ്ടാവും, ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് ഉണ്ടാവും, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഈ പറഞ്ഞ MEP ഡിസൈനേഴ്സ് ഉണ്ടാവും, ലൈറ്റിംഗ് ഡിസൈനേഴ്സ് ഉണ്ടാവും, ലാൻഡ്സ്കേപ്പ് ഡിസൈനേഴ്സ് ഉണ്ടാവും. ഇനി അടുത്ത സെഗ്മെൻറ്റ് കോൺട്രാക്ടേഴ്സ്, അത് ഈ പറഞ്ഞ കാറ്റഗറി തന്നെ സിവിൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഇൻറ്റീരിയർ, പെയിൻറ്റിങ്, ഫ്ലോറിംഗ്, വാട്ടർ പ്രൂഫിംഗ് എന്ന് വേണ്ട ഒരുവിധം എല്ലാ ഫീൽഡിൽ നിന്നുള്ള ആളുകളെയും നമ്മൾ ഇതിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ആസ് ഓട്ടോമേഷൻ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം, സോളാർ പവർ ജനറേഷൻ, വാൾ ഡിസൈനിങ് കോൺട്രാക്ടേഴ്സ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, മനസ്സിലായോ? ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, സെയിം ആസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, കിച്ചൺ ഡിസൈൻ ആൻഡ് ആക്സസറീസ്, ഫർണിച്ചർ, ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ടൂൾസുകൾ, ഹോം എസെൻഷ്യൽ ഗാഡ്ജറ്റ്സുകൾ, ലീഗൽ സപ്പോർട്ട് സർവീസ്. അതാണ് നമ്മളിതിൽ ഒരു ഐഡൻറ്റിറ്റിക്കൽ മാർക്കായിട്ട് വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ദെൻ ടെൻഡർ ആൻഡ് ബിഡ്ഡിംഗ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി, കൺസ്ട്രക്ഷൻ ബേസ്ഡ് ക്ലാസിഫൈഡ്സ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ അത് ഡീറ്റെയിൽഡ് ഞാൻ വേറൊരു സംഭവത്തിൽ ഞാൻ പറഞ്ഞുതരാം. ദെൻ ഒരു കമ്മ്യൂണിറ്റി ഹബ്ബ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ആക്ടിവേഷൻ നമ്മളൊരു 6 മന്ത്സിനുള്ളിൽ നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും സർവീസുകൾ നമ്മൾ, അതായത് ഏകദേശം 18 സർവീസുകൾ നമ്മൾ ഇതിൽ കൂടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നതാണ്. 18 കാറ്റഗറി. അതിൽ തന്നെ നിരവധി പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ പലരും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസ്റ്റ ഇൻസൈറ്റിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്താ ബെനിഫിറ്റ്? അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു TV ആഡോ അല്ലെങ്കിൽ ഒരു പേപ്പർ ആഡോ കൊടുത്തു കഴിഞ്ഞാൽ ആ ആഡ് എത്ര ആളുകളിലേക്ക് എത്തുന്നോ അത് മാത്രമാണ് നമ്മുടെ ലീഡ് ജനറേഷൻ്റെ ഒരു സാധ്യത. നേരെ മറിച്ച് ഇത് ലൈവായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഡാറ്റകൾ 24/7 എത്തിക്കുന്ന സംഭവമാണ് ഈ ആസ്റ്റ ഇൻസൈറ്റ്. എക്സാമ്പിളായിട്ടൊരു കാര്യം ആലോചിക്കുക, നമ്മളൊരു ആഡ് കൊടുക്കുന്നു പത്രത്തിൽ. ആ ആഡ് ഈ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തി എന്ന് വെച്ചാൽ ആ പത്രം ഇറങ്ങുന്ന ദിവസം മാത്രമാണ് ആഡ് എത്തുന്നത്. പിന്നീട് ഇന്നത്തെ പത്രം നാളെ എടുത്തിട്ട് ആരും നോക്കാൻ പോകുന്നില്ലല്ലോ. നേരെ മറിച്ച് ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഡാറ്റകൾ എപ്പോഴും ലൈവായിരിക്കും. ഈ ആപ്ലിക്കേഷനിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിക്കുക എന്നുള്ളത് ഈ ആസ്റ്റ ഇൻസൈറ്റിൻ്റെ അഡ്മിൻ ടീമിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് ഈ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ കസ്റ്റമേഴ്സിൻ്റെ ട്രാഫിക് ഇതിൽ 100% അഷ്വറൻസ് ആയിരിക്കും.